വാങ്ങല്ലേ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഒരു നന്ദി പറയണ ഇവിടെ സ്വന്തം ഇന്ദ്രജിത്ത് വ്ളോഗിക്ക്. കാരണം ഞാൻ മൂപ്പൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇത്രയും പെട്ടെന്ന് 1K ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കൊപ്പത്ത് ഒരു നവജീവൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ വയ്യാത്ത കുട്ടികളൊക്കെ പഠിക്കുന്ന. അപ്പോൾ അവിടെ പോയി ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇനി കാണാൻ പോണത്. അപ്പോൾ എന്തായാലും അവിടേക്ക് പോവാം. ഈ നവജീവൻ ട്രസ്റ്റ് 2018 ആരംഭിച്ചതാണ്. വാസ്തവത്തിൽ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളാണ് അധികം പേർ. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന മുതിർന്ന ആളുകൾ, 18 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ജനങ്ങളുടെ ഡേ കെയർ സെൻ്ററാണ്. ഞങ്ങൾക്കും ഇതേപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അയാൾ 2021 ഞങ്ങളെ വിട്ടുപോയി. എങ്കിലും അവൻ നടന്നതും കളിച്ചതും വളർന്നതുമെല്ലാം ഈ മക്കളുടെ അടിയിലാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ മോൻ ഇപ്പോഴും ഇവരുടെ അടിയിലുണ്ട്. ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവരെ വിളിച്ചപ്പോൾ തന്നെ എന്നെക്കാളും കൂടുതൽ സന്തോഷം അവർക്കായിരുന്നു. നല്ലപോലെ വിളക്കൊക്കെ കൊളുത്തി ദീപമൊക്കെ തെളിച്ചതിന് ശേഷമാണ് പരിപാടി തുടങ്ങിയത്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ആരുടെയെങ്കിലും വീട്ടിൽ ബർത്ത്ഡേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ആഘോഷിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് നമ്മുടെ ലയൺസ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആയാലും നല്ല അതായത് അവരുടെ സ്വന്തം മക്കളെ പോലെയാണ് അവിടുത്തെ ഉള്ള കുട്ടികളെ നോക്കണതും കാണുന്നതും. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പയ്യനുണ്ടല്ലോ, ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷം പറഞ്ഞിട്ട് ആ ഡേറ്റ് വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ കറക്റ്റായിട്ട് പറയും. അതാണ് അവൻ്റെ ഒരു ഇത്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നേക്കോ 2027 ജനുവരി 1 ഏതാഴ്ച വരും? ഫ്രൈഡേ. നമുക്കൊന്ന് നോക്കി നോക്കട്ടാ. അപ്പോൾ കറക്റ്റ് ജനുവരി 1 വരുന്നത് വെള്ളിയാഴ്ച കേട്ടോ. ഒരാൾ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഓരോ കഴിവാണ്. ഇതിലെ മക്കള് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുള്ള സാധനങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ വരുന്ന ടിഷ്യൂ, അതുപോലെ തന്നെ ആപ്പിൾ വാങ്ങുന്ന കിട്ടുന്ന കവറ്, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണിത്. ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? താങ്ക് യു. കണ്ടില്ലേ ഇവരുടെ സ്നേഹം? അവരുടെ മനസ്സിൽ കളങ്കമില്ല. അത്രയ്ക്ക് സ്നേഹമാണ് അവർ എന്നോട് കാണിച്ചത്. ഇനി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതും നടക്കും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതും കൂടെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം വരാം. അപ്പൊ എല്ലാവർക്കും ശരി എന്നാ.